കഴിവുള്ള ഒരാളാന്ന് വെച്ച് ക്ഷമിച്ചപ്പോ തലേ കയറിയിരുന്ന് നിരങ്ങ അയാൾ ചെയ്തത്. ഇപ്പൊ തന്നെ ഒരു വലിയ സംഖ്യ കമ്പനിക്ക് കടായിട്ട് കൊടുക്കാനുള്ളത്. അതിനും പുറമെ പോലീസുകാരുടെ മിരട്ടലും ചോദ്യം ചെയ്യലും. 10-25,000 റുപ്യ വിലയുള്ള ടൂൾസാ തൊണ്ടിയാന്ന് പറഞ്ഞ അവർ കൊണ്ടുപോയത്. തീർത്തു കൊടുക്കാനുള്ള പണി ഇനി അയാൾ വന്ന് ചെയ്തു തരുമോ? സമയത്തിന് കൊടുത്തില്ലെങ്കിൽ ലക്ഷങ്ങളാ കമ്പനിക്ക് നഷ്ടം വരിക. 10 പൈസ ഇവിടുന്ന് തരില്ല എന്ന് മാത്രമല്ല, കിട്ടാനുള്ള കാശ് തിരിച്ചു പിടിക്കാൻ കേസ് കൊടുക്കാനാ തീരുമാനം. പണം ചോദിച്ചു വന്നെടുക്കണു. അഞ്ചെട്ട് കൊല്ലം പണിയെടുത്ത സ്ഥലല്ലേന്ന് കരുതിയേ വന്ന്. ആ കുട്ടിക്ക് ഇഷ്ടണ്ടായിട്ടല്ല, ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ. ചെയ്യാത്ത തെറ്റിനാ പിടിച്ചോണ്ടോയത്. ജാമ്യം കിട്ടിയ രഘു എന്നെ എല്ലാം തിരിച്ചു വരും. എങ്ങനെങ്കിലും ഒന്നും പറ്റില്ല. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആരാ പോലീസാ? തനിക്ക് എന്താണ്ടോ അതിന് കാര്യം? തന്റെ ആരാ ഇവര്? ഒരു മനുഷ്യനെ സഹായിക്കാൻ ബന്ധം കുന്തൊന്നും വേണ്ടോ. ഇതെന്റെ മോളാ. ഇന്ത്യ തന്നെ ആരുണ്ടോ ഈ ചരമുട്ടിമ കയറ്റിയിരിക്കേ? കണ്ണി ചോരില്ലാത്ത ജന്തുക്കള്. ഒറ്റക്കിടന്ന് ഉറങ്ങാ പൊന്നുമോള്. നേരം വെളുത്തിട്ട് ആലസ്യം അങ്ങോട്ട് വിടണില്ലല്ലേ? നല്ല മുതല്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേണ്ടതുണ്ട്. പിന്നെ ആവട്ടെ. എസ്ഐക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് ഒന്നങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി വരിക. ചോദ്യം ചെയ്യാനാവും. സാക്ഷികളി ഉണ്ടാക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാനും ഒപ്പം വരാം. പേടിക്കാനൊന്നുമില്ല. പിന്നെ ജാമ്യം നിൽക്കാൻ ഉണ്ണിയാര് സമ്മതം മൂടിയിട്ടുണ്ട്. ആ ദേവികമ്മേനെ അങ്ങേർക്ക് പേടി. പിന്നെ ഇവിടുത്തെ ആധാരം വെച്ച് കുറച്ച് പണം എടുക്കാം. ഇരക്കാൻ നടക്കണ്ടല്ലോ. കുറച്ച് പണം ഞാനും എടുക്കാം. ഒക്കെ ശരിയാവുന്നേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? ആധാരം കിട്ടില്ല, കടത്തിലാണ്. നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ കടങ്ങളൊക്കെ ഞാൻ മറച്ചു വെക്കായിരുന്നു. ശോഭനോട് പൊറുക്ക്. എങ്ങനെങ്കിലും ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ഒക്കെ ശരിയാക്കി എടുക്കായിരുന്നു. കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ജില്ലാ കോടതിന്ന് ജാമ്യം കിട്ടുന്ന പറയണ. ശോഭ, മക്കളെ കാണാണ്ട് കഴിയണില്ല. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവരോട് പറയണം. വേഗം വരുമെന്നും. ഉള്ള സമയം സങ്കടപ്പെട്ട് കളയാ. കരയല്ലേ കുട്ടികളെ? കുഞ്ഞിന് വലുതായിട്ട് ആരാവാനാ ഇഷ്ടം? ഞാൻ പഠിച്ചു വലുതായി തമിഴ് പുലിയാം. അച്ഛനെ തല്ലേരൊക്കെ കിങ്ങിനെയോ? ഞാൻ മന്ത്രിയാവും. എന്നിട്ട് അവരെന്നെയൊക്കെ തൂക്കിക്കൊല്ലും. ശരിയാ, നമുക്ക് അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. ആ സത്തുക്കള്. ചേച്ചി ഇപ്പൊ വരാട്ടോ. എന്തായി, അവര് വന്നോ? ഒരു നിപ്പ് എന്നെ നിപ്പ്. SI ഉച്ചുറക്കത്തിലാത്രേ. ശോഭേച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോ വിഷമാ തോന്നണേ. അതിന്റെ പ്രകൃതി അങ്ങോട്ട് മാറിയെടുക്കണു. ഇത് കഴിഞ്ഞാ ഒന്നുകൂടെ ഡോക്ടറെ കാണിക്കേണ്ടി വരൂട്ടാ. എങ്ങനെയാ താങ്ങാൻ പറ്റണേ? ഇളയപ്പം കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒക്കെ പ്രശ്നമായിരുന്നു. ചെങ്ങായി സ്നേഹമുള്ളവനാ. എന്റെ അമ്മ തന്നെയാ. പൂത്ത കാശ് സ്വർണ്ണം ഒക്കെ ഉണ്ട് പെട്ടിയില്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. മുത്തശ്ശൻ ജാമ്യം നിൽക്കണമെന്ന് കേട്ടപ്പോ തുടങ്ങിയതാ വഴക്കും വക്കാണു. ദാ അവിടെ പശുവിനെത്തിയിട്ടുണ്ട്. കാല് മാറിലിട്ട കാർന്നോരേന്ന് ഇപ്പോഴും പറഞ്ഞിട്ടാ വരണേ. മാറില്ലായിരിക്കും. മാറൂ. ആന്റപ്പൻ അങ്ങോട്ട് നിന്നൂടെ? ഇത്ര വീരമുള്ളവരെ പിടിക്കാൻ പോണോ? നികുതി അടയ്ക്കണ ആളാ അവന്റെ പെണ്ണെ. കോളേജ് പഠിക്കണ കിടാവാ. എന്താ അറിയാൻ നിനക്ക്? നിന്റെ തലയിൽ പിണ്ണാക്കട്ടാ. ഇനി നിന്റെ കല്യാണം അങ്ങോട്ട് നിശ്ചയിക്കും. നമ്മളും അങ്ങോട്ട് ഓടിപ്പോവും. കാലം കുറെ കഴിഞ്ഞാ 4 ചക്രം ഉണ്ടാക്കി ചട്ടിയും കലവും 10 കുട്ടികളൊക്കെ ആയിട്ട് ഒരു കഷ്ണം ഭൂമിയും വാങ്ങി നാട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു വരും. അപ്പോ അച്ഛൻ വീട്ടുകാരും കെട്ടാൻ നിന്നോനും പകരം ചോദിക്കാൻ വരും. അപ്പൊ കാണാന്റെ പേടിയാവണു.
നമുക്ക് തിരിച്ചു വരണ്ട, എവിടെയെങ്കിലും അങ്ങോട്ട് കഴിയാം. ചെറ്റേ, പുള്ളോപ്പാട്ടിലെ പെൺകുട്ടിയെ കൊണ്ട് പാർപ്പിക്കാൻ മാത്രം വളർന്നോളാ നീ. ഞങ്ങൾ കൂട്ടിയാ പറ്റാത്ത പണിക്ക് നിൽക്കേണ്ട ഉണ്ണേട്ടാ. കണ്ടല വേദനയാണ് കൂട്ടാ, വെറുതെ ദേഹളക്കാണ്ട് പൊക്കോട്ടാ. മതി മതിയുടെ കണ്ണൂരെ. നീ കൊല്ലുടാ ചെറ്റേ. എന്നിട്ട് ഇനിയും ജാമ്യക്കാരുണ്ടാക്കാൻ എളപ്പം നടക്കണം. പരിഹസിക്കലടാ. ഞങ്ങൾ പോയേ പുലിവാല്. ജീജാനം ഞാനൊന്നും ചെയ്തിട്ടില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഉറപ്പാ. അത് ആന്റപ്പൻ ഉറപ്പ് പറഞ്ഞ ഉറപ്പാ. നിന്റെ ഒരു കല്യാണം ഇനിയെ പടി ചവിട്ടി കൊന്നുകളയും ഞാൻ. ഇയാളിത് എന്തൂട്ടോ ഒന്ന് പറഞ്ഞ രണ്ടിന് കൊല്ലൂട്ടാ കൊല്ലൂട്ടാന്ന് പറയണേ. ഒന്നെന്നെ കഴിഞ്ഞെന്റെ കോലം കാണില്ലായിരിക്കോ? വാ, നിങ്ങൾ പേടിക്കണ്ടട്ടാ, ഇതൊക്കെ തമാശക്കളിയാ. ഇനി ഇളയപ്പന്റെ ഒരു കളിയും കൂടി ഉണ്ടാവും. അതൊക്കെ മാവാ. നായിന്റെ മോളെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റണില്ല അല്ലേ? ജാമ്യം എടുക്കാൻ നടക്കണ്. നീ ഇനി അവന്റെ ഒപ്പം പൊറുക്കണ ഇരിക്കുന്നു കാണണം. ഞങ്ങളുടെ രാഘവേട്ടന്റെ കണ്ണ് വെട്ടിച്ച് കടന്നോളല്ലേടി നീ. ഒരു പ്രേമം നിന്നെയൊക്കെ 10-നും 15-നും ബസ് സ്റ്റാൻഡിൽ കിട്ടുന്ന കോലത്തിലാക്കിയില്ലെങ്കിൽ ഞാൻ ഈ തൊപ്പി ഉരുന്നതിന് മുമ്പിൽ വെക്കും. ഒരു ശീലാവധി വന്നിരിക്കണ്. എന്താ നീ നോക്കി പഠിപ്പിക്കുന്നോ? ഇറങ്ങി പോടി. അവിടെ ഒരു മുതലക്കണ്ണീര്. മോളെ കരയില്ലേ? ആ ശവിയോട് 4 വർത്താനം പറയാൻ നമുക്ക് സമയം വരും. ഇല്ലെങ്കിൽ കർത്താവ് ചോദിച്ചോളും. വാ, തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടാം. വാ. ഉള്ളോപ്പാടിയിലെ കുട്ടി ചക്കാട്ടണ പറയുന്ന സമ്മതം കൂടുകയെ അതെ. ഒന്ന് കഴിഞ്ഞാൽ നീ എന്താ വിചാരിച്ചേ? എന്താണ്ടായേ? ഇവിടെ പിണ്ണാക്ക ചെക്കനോട് ഒളിച്ചോടാൻ തീരുമാനിച്ചു. എടി, ഡാൻസും കൊഴിച്ചിലായിട്ട് നടക്കുമ്പോ തന്നെ തോന്നിണ്ട് ആരാടി നിന്റെ കാമദേവൻ? ഒന്ന് അതിദേവകി അത് ചത്തുപോകും. അച്ഛനായി ഇവക്ക് വളം വെച്ച് കൊടുത്തത്. നീ ഇനി പൊറിക്ക് പുറത്തിറങ്ങിയ കൊല്ലും ഞാൻ. കൊയ്ക്കന്റെ മുന്നിന്ന് ഓദ്യ പ്രസംഗി. ദന്തൂറ്റ പറ്റിക്ക് വിഷളയോ? ദന്തണ്ടായേ? എന്താ കാര്യം? ഇവിടെ പല കാര്യങ്ങളും ഉണ്ടാവും. താനാരാ? പുള്ളോപ്പാടിയിലെ സ്വത്തും പണവും കണ്ട് ലോഹ്യം കൂടാൻ വന്നാൽ മോഹത്താട്ടും. തന്റെ ചെക്കന് മോഹിക്കാൻ എന്റെ മോളെ കണ്ടുള്ളൂ. ഈ സ്വത്തും പണവും കണ്ട് ഭരിക്കണ്ട. അതിന് നിന്റെ തണ്ട സമ്പാദിക്കണം. എറിയും പോളെ പുറത്ത്. എന്തോട്ട് എന്റെ തന്താനെ പറയണേ? അത് പള്ളി സെമിത്തേരിൽ സ്വസ്ഥായിട്ട് കിടന്നോട്ടെ. കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിച്ചാ പോരെ? ചത്തുപോയവരൊക്കെ വിളിച്ച് സാക്ഷ്യം പറയാൻ സമയം എടുക്കേ. എന്റെ ദേവ്യം എന്തുട്ടുണ്ടായേ? ഇറങ്ങി പോവാൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ മുറ്റത്ത് ചവിട്ടാനുള്ള യോഗ്യതയുണ്ടോ നിങ്ങൾക്ക്? എന്തുണ്ടായെന്ന് ചെക്കനോട് പോയി ചോദിക്കേ. കുട്ടിയെ ആന്റപ്പ ഉണ്ടാവോ അവിടെ? എന്താ ഉണ്ടായേ? പക്കാലത്ത് പറയാൻ വന്നിരിക്കണു. നോക്കി രസിക്കുകയാണല്ലേ? നീയും കൂടെ ഒത്താശ ചെയ്താ അവർ ഒളിച്ചോടി പോവാൻ നിന്നത്. ഒളിച്ചോടി പരിചയമുള്ളവരാണല്ലോ. നിന്റെ അടുത്ത കാട്ടവും കുത്തും പഠിപ്പിക്കാൻ വിട്ട് എന്നെ പറഞ്ഞാ മതി. അവനോ വീണ കുഴിയിൽ വീഴ്ത്താൻ ഇന്റെ മോളെ കിട്ടില്ല. നശിച്ചോള്. ആന്റപ്പാ, 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 വാതിലും പൂട്ടിട്ട് എവിടെ പോയി കിടക്കാ? പ്രേമം മരണം പോലെ ബലമുള്ളതും പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ. നദി അതിനെ മുക്കിക്കളയില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള മുഴുവൻ സമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. അപ്പൊ കളി മൂത്തേർക്കണ്. കിടാവ് വളർന്ന് ബുദ്ധിയും വിവരൊക്കെ ആയിപ്പോ ഇളയപ്പനൊരു വട്ടം വരച്ച് നിർത്തിയല്ലോ എന്റെ കർത്താവേ. തെണ്ടിത്തിരിഞ്ഞിങ്ങോട്ട് വരട്ടെ, പുറം പൊളിക്കും ഞാൻ. ഇതാ ജോലി പോണ കേസാണ്. ആദ്യത്തെ മാസം ശരിക്കും അടച്ചു. പിന്നെ ഒരു പൈസ പലിശയിലേക്കോ മുതലിലേക്കോ അടച്ചിട്ടില്ല. വക്കീൽ നോട്ടീസ് അയക്കാൻ ബോർഡ് തീരുമാനിച്ചപ്പോ ഒന്ന് വന്നതാ. ആ കാശിന് കിട്ടാൻ മുള്ളാന്ന് എനിക്കറിയാം. എന്നാ ഭൂമി വില കെട്ടി കമ്പനി എടുക്കുകയോ വിൽക്കുകയോ ചെയ്തോട്ടെ എന്നൊക്കെയാ നല്ലത്. വേറൊരു സ്ഥലം കിട്ടുന്നവരെ വാടക നിശ്ചയിച്ച് വേണമെങ്കിൽ ഇവിടെ താമസിച്ചോളൂ. പറയണേല് വിഷമം തോന്നരുത്. അല്ല ഒഴിയണച്ചൊഴിഞ്ഞോളൂ. ഒന്ന് ആലോചിച്ച് വേഗം വിവരം തരണം. എന്നെ വലക്കരുത്.
എന്ത് വില കിട്ടും? ഇപ്പൊ ഭൂമിക്ക് വലിയ വിലയില്ലാത്ത കാല. തട്ടിക്കഴിച്ചു നോക്കിയാ പലിശയും മുതലും കഴിഞ്ഞ് കാര്യമായിട്ടൊന്നും വരാൻ സാധ്യതയില്ല. ഇളയപ്പ ഞാനങ്ങട്ട് വന്നാ തല്ലു. എന്തേ മോങ്ങിട്ട് പോന്നേ? 2 ദിവസം വീട് വിട്ടിപ്പോ വിശന്ന് തുടങ്ങിയ നിനക്കിപ്പോ കഴിച്ചാലടാ കല്യാണം. ഇളയപ്പന്റെ ഒരു തമാശ. ദേ കാരവടി കന്നാലിനെ തല്ലാനുള്ളതാട്ടാ. പോത്തുപോലെ വലുതാ എന്നെ എങ്ങനെ തല്ലാന്നാണല്ലേ ചങ്ങായി? നിന്നെ കാണുന്നത് തന്നെ ഇപ്പൊ നാണം കിട്ട ഏർപ്പെടണ്ട. ഈ ഇളയപ്പനോട് നീ ഇങ്ങനെ ചെയ്തതിലൂടെ പോത്തേ. അവരുടെ ആ മിറ്റത്ത് ചവിട്ടാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? പോയി മാപ്പ് പറടാ വീട്ടിൽ പോയിട്ട്. പിന്നെ ആ മിറ്റത്ത് സ്വർണ്ണത്തരി വിതറർക്കല്ലേ അവിടെ ചവിട്ടാൻ യോഗ്യത ഉണ്ടാന്ന്. ഞങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ ഇളയപ്പ? ദേ എനിക്ക് ജോലി കിട്ടിയത് കണ്ടങ്ങള്. ഡാ കളിച്ച് കളിച്ച് കർത്താവിനെ മറന്ന് കളിക്കണ്ടാട്ടാ. കക്കാനും തുടങ്ങിയോടാ നിക്ക്. ഏത് കളറുണ്ട് നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് നിർത്തിയേ? ഒരു പൂശ തന്നാണല്ലോ. ദേ ഈ ആന്റപ്പൻ കക്കൊന്നുമില്ലാട്ടാ. അതെ കുഴൽപ്പണം സപ്ലൈ ചെയ്യാനായി ജോലി. മാസം ഒരു 10,000 ഇങ്ങോട്ട് പോയി. കൂടുതൽ കൊടുത്താൽ കൂടുതൽ കിട്ടും. എന്റെ ഒപ്പം 4 പഠിച്ച ജമാല് തന്ന ജോലിയാ. ഒരു 10 മാസം പണിത് കാശുണ്ടാക്കി വേറെ ബിസിനസ് തുടങ്ങി എന്തപ്പ തെറ്റ്? നമ്മുടെ നാട് ഭരിക്കുന്ന ആൾക്കാരുടെ സൈഡ് ബിസിനസ് അത്. ഹവാലേ നിനക്ക് ബുദ്ധി ഉണ്ടെന്ന് ഈ ഇളയപ്പനെ തോന്നി തുടങ്ങിട്ടാ. എന്തൂട്ടാച്ച ചെയ്തോ? പ്രേമം മാത്രം ഇവിടെ സമ്മതിക്കില്ല. ഞങ്ങളിത് പിടിച്ചേ. വൈകിട്ട് പോയിട്ട് ഒരു 4 കുടം അന്തികൾ അങ്ങോട്ട് വീശ്. പ്രേമത്തിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആന്റപ്പൻ എന്ത് ചെയ്താലും മനസ്സോണ്ട് വെറുക്കണ്ടേട്ടാ. ഷോ കാശ് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണേ. പോയി വരട്ടെ ചങ്ങായിയെ. തോട്ടം കാഴ്ച തുടങ്ങിയല്ലോ. കർത്താവേ സ്തുതി ഉണ്ട് കേട്ടോ. എനിക്ക് അസൂയ തോന്നുന്നു. നിനക്ക് പ്രേമിക്കാൻ ഒരു കൊപ്രപ്പിണ്ണാക്കിനെങ്കിലും കിട്ടിയല്ലോ. പ്രേമിക്കുക, വീട്ടുകാർ കണ്ടുപിടിക്കുക, ഇങ്ങനെ ഇരുന്ന് കരയുക. ആ ഇതൊക്കെ ഒരു രസം തന്നെയാണേ. പൊടി ദാ സുകുമാരകളേവരൻ വിളിക്കുന്നു. ചെല്ല്. ഹായ്. എനിക്ക് ജോലി കിട്ടിട്ടാ ഹവാലേ. എന്തുട്ടാ? അതൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്റെ വേദപുസ്തക ബൈബിളെ. വീട്ടു തടങ്കലല്ലേ, വായിച്ചൂടങ്ങട്ട്. ഞാൻ പോണു, ധൃതിണ്ടേ. പിന്നെ ഈ തടങ്കലിൽ അധികകാലം ഉണ്ടാവില്ലേട്ടാ. ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. ഒരുങ്ങിയിരുന്നോ?